സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമല്ലേ, ഒരുപാട് വണ്ടികൾ. തൃശ്ശൂർ വന്നിട്ട് ആദ്യമായിട്ടോ 15 കിലോമീറ്ററിൽ ഓർഡർ കിട്ടുന്നത്. അങ്ങനെയുണ്ട് കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് റെയിൻകോട്ട് ഇല്ലാതെ വർക്കിന് ഇറങ്ങുന്നത്. എന്തൊരു മഴയായിരുന്നു, എത്ര ദിവസമായിരുന്നു റെയിൻകോട്ട്. രാവിലെ റെയിൻകോട്ട് ഇട്ട് ഇറങ്ങുക, രാത്രി വരെ റെയിൻകോട്ട് ഇട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് പൈസ നമുക്ക് അധികം കിട്ടി. മഴയത്ത് ഓടിക്കഴിഞ്ഞാൽ ഓരോ ഓർഡറിന് 20-25 രൂപ എക്സ്ട്രാ കിട്ടുമായിരുന്നു. അവസാനം വെയിൽ കാണാൻ കൊതിച്ച് ജെട്ടി പോലും ഉണർന്ന സമയം നിവർത്തിയില്ല. അവസാനം ഇന്ന് കംപ്ലീറ്റ് വെയിലായിരുന്നു കേട്ടോ. ഇന്നലെ വരെ മഴയായിരുന്നു, ഇന്ന് കംപ്ലീറ്റ് അടിപൊളി ഒരു കാലാവസ്ഥ. അപ്പോഴ് സൊമാറ്റോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. സൂഫി മന്തിന്ന് നല്ല തിരക്കുണ്ട്. മന്തിക്കടയിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഫുഡ് റെഡി ആയിട്ടില്ല. 1:20 കേട്ടോ. രണ്ടാമത്തെ ഓർഡർ അടിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ലേറ്റായി നമ്മൾ സാധനം കിട്ടിയിട്ടുണ്ട്. വെയിലടിച്ചപ്പോൾ നല്ല വെയിലാണല്ലോ. നമുക്കിവിടുന്ന് പോകാനുള്ള ദൂരം 7.4 കിലോമീറ്ററാണ്. ലോങ് ആണല്ലോ, കുഴപ്പമില്ല. പള്ളിപ്പുറം ഏത് ഭാഗത്തേക്കാണത്? ഇങ്ങോട്ട് തന്നെ അല്ലേ? അതാ തിരിച്ചാ? ഈ ദിശയിൽ തന്നെയാണ്. അപ്പോൾ കുറേ ദിവസം ചോദിച്ചാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന. മഴേനെ കൊണ്ട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. ഓക്കെ, പക്ഷെ പൈസ കൂടുതൽ കിട്ടും. ഓരോ ഓർഡറിനും 20-25 വെച്ച് കിട്ടുമായിരുന്നു. ഓക്കെ, തണലത്ത് നിൽക്കാമല്ലോ. നിൽക്കാം. അത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, പുല്ലൂർ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ട്രെയിൻ വന്നിങ്ങനെ കിടക്കുവാണ്, ചരക്ക് ട്രെയിൻ. തുറക്കോ? ഷണ്ടിങ് നടക്കുന്നതിനാൽ ഗേറ്റ് തുറക്കുന്നതല്ല, ഇതിനെയാണ് പറയുന്നത്. ഇനി നമ്മൾ ഏത് വഴി പോടേ? ആണ്ടൊരു മേൽപ്പാലം കാണുന്നുണ്ട്. ചലോ ഇതർ. ഷണ്ടിങ് നടക്കുന്നതിനാൽ ഗേറ്റ് തുറക്കുന്നതല്ല. ഷണ്ടിങ് എന്ന് വെച്ചാൽ എൻജിൻ ചേഞ്ച് ചെയ്യുന്നല്ലേ? നന്നായി. ഇതുവഴി കറങ്ങി പോണമല്ലോ. നമ്മൾ കറങ്ങി ഇവിടെ വന്നു കേട്ടോ, ഈ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ. 6.8 കിലോമീറ്റർ. 2 കിലോമീറ്റർ നമ്മൾ അധികം കറങ്ങി. നമ്മൾ രണ്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തു. 1:45 കേട്ടോ. ഇപ്പോൾ 2 ഓർഡർ ഡെലിവറി ചെയ്തപ്പം തന്നെ ഏകദേശം എത്രയായി? 188 രൂപ ആയിട്ടുണ്ട്. ലോങ് ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഫുൾ ഇൻസെൻറ്റീവ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. 16 ഓർഡർ അടിച്ചേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടി. അത് ഈ മഴ സമയത്തൊക്കെ നല്ല രീതിയിൽ ഓർഡർ ഏണിങ്സ് കിട്ടുമായിരുന്നു കേട്ടോ. മഴ സമയത്തൊക്കെ ഓർഡറിനേക്കാളും കൂടുതൽ ഓർഡർ ഏണിങ്സ് ആയിരുന്നു. അതായത് ഇപ്പം ഹൈബ്രിഡ് ഇൻസെൻറ്റീവാണ്. നമുക്ക് ഓർഡറോ അല്ലെങ്കിൽ ഓർഡർ ഏണിങ്സോ ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ മതി. ലോങ് ട്രിപ്പ് കിട്ടി കഴിഞ്ഞാൽ ഇപ്പം മുമ്പൊക്കെ സങ്കടമായിരുന്നു, കാരണം നമുക്ക് ഇൻസെൻറ്റീവ് ഫുൾ അടിക്കാൻ പറ്റത്തില്ല ലോങ് കിട്ടിക്കഴിഞ്ഞാൽ. ഇപ്പം ലോങ് കിട്ടിയാലും ഒരു കുഴപ്പമില്ല, നമുക്ക് ഓർഡർ ഏണിങ്സ് വെച്ച് ഫുൾ ഇൻസെൻറ്റീവ് അടിക്കാൻ പറ്റും. സമയം 3:15 കേട്ടോ. നമ്മളൊരു ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു തരാണ്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസസ്. അവിടെയൊക്കെ ഭയങ്കര മലനിരകളൊക്കെ കാണുന്നല്ലോ. അത് ശോഭ സിറ്റിയാണെന്ന് തോന്നുന്നല്ലേ? ശോഭ സിറ്റിയുടെ ബാക്ക് ഭാഗമാണെന്ന് തോന്നുന്നു. വാട്ട് എ ബ്യൂട്ടി. ഇതെന്ത് കെട്ടിടം? ചുമല കെട്ടിടം ഇല്ലല്ലോ. ലൈറ്റർ ഉണ്ടോ?
അവിടെ മലനിരകളാണല്ലോ. മൊത്തം മാലിന്യമാണെന്നേ ഉള്ളൂ. എന്ത് മനോഹരമായ സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വികസനം വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മാലിന്യ സംസ്കരണ പദ്ധതിയാണ്. അതെന്താണ് നമ്മുടെ നാട്ടിൽ ഇത്രയും സക്സസ്ഫുൾ ആവാത്തത് എനിക്കറിയില്ല. അത് സ്കൂളാണ് കേട്ടോ നമ്മൾ മുമ്പേ കണ്ടത്. അതാണ് സ്കൂളാണ്. വ്യത്യസ്തമായ സ്കൂളല്ലല്ലോ, വിദ്യാമന്ദിർ. ആ സ്കൂൾ തന്നെയാണ്. ഇന്ന് ഓർഡർ കുറവാണ്, അത്ര കുറവാണ്. ഏകദേശം 3:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 3 ഓർഡർ ആയിട്ടുണ്ട്. 12 മണിക്ക് ആദ്യമായിട്ടാണ് തൃശ്ശൂർ വന്നിട്ട് ഇത്ര ഓർഡർ കുറവ്. മഴ പോയപ്പോൾ ഓർഡർ പോയെന്നാണ് തോന്നുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലാണ് മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്നത് സൊമാറ്റോ വർക്ക് താല്പര്യമുണ്ട്, സൊമാറ്റോ ആണോ സ്വിഗ്ഗി ആണോ നല്ലതെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാനിതുവരെ സ്വിഗ്ഗി വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ വർക്ക് ചെയ്യുന്നവരെ അറിയാം, രണ്ടിലും വർക്ക് ചെയ്യുന്നവരെ അറിയാം, പ്രത്യേകിച്ച് കൊല്ലത്തുള്ളവരാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് രണ്ടും സെയിം തന്നെയാണ്. ചില കാര്യങ്ങൾക്ക് നമുക്ക് സൊമാറ്റോ ബെറ്ററായിട്ട് തോന്നും, ചില കാര്യങ്ങൾക്ക് സ്വിഗ്ഗി ആയിട്ട് ബെറ്ററായിട്ട് തോന്നും. ഉദാഹരണത്തിന് സൊമാറ്റോയിൽ 20-ന് താഴെ ഓർഡർ അടിക്കുമല്ലോ, ഏറ്റവും ചെറിയ ഓർഡർ എന്ന് പറഞ്ഞാൽ 20ആണ്. സ്വിഗ്ഗിയിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, മുമ്പേക്ക് 20-ന് താഴെയൊക്കെ ഓർഡർ അടിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ റെയിൽ സർവീസ് സ്വിഗ്ഗിക്കാണ് കൂടുതൽ. പക്ഷെ പൊതുവെ നമ്മൾ ഒരാഴ്ചത്തെ കണക്ക് അല്ലെങ്കിൽ ഒരു മാസത്തെ കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഓടാൻ താല്പര്യമുള്ളത് അത് ഓടുക. രണ്ടിൽ ഓടിയാലും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റൊക്കെ ഒരേപോലെയാണ്. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ മുമ്പേ പറഞ്ഞത്, ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില അഡ്വാൻറ്റേജ് കാണുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സൊമാറ്റോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ. 4ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. 4ാമത്തെ ഓർഡർ ഇവിടെ നിന്നാണ് കേട്ടോ. ഫുഡ് ഹോം റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അടിച്ചത്. ഇത് 5 കിലോമീറ്റർ ദൂരെയാണെന്ന് തോന്നുന്നു കസ്റ്റമറിൻ്റെ സ്ഥലം. 5.6 സ്റ്റാർട്ടായി. ഇന്നത്തെ ഓർഡറുകൾ മൊത്തം ഇതേപോലത്തെ സ്ഥലങ്ങളിലാണല്ലേ. ഓർഡർ തീരെയില്ല. ഉള്ള ഓർഡറൊക്കെ ഇതേപോലെ സ്ഥലങ്ങളില്ല. അടിപൊളി. 4ാമത്തെ ഓർഡർ ആയിട്ടേ ഉണ്ട്. സമയം 4 മണിയായി. ഓർഡർ തീരെയാണെന്ന് വെച്ചാൽ തീരെയില്ല. മഴക്കോളുണ്ട്. മഴ പെയ്താൽ എനിക്ക് ഓർഡർ കൊണ്ടുവന്നാണ്. പക്ഷേ മഴ പെയ്യാനുള്ള മഴക്കോളില്ല. ഓക്കെ, വിശാലമായി കിടക്കുന്ന നെൽപ്പാടം. തൃശ്ശൂർ ടൗണിൻ്റെ അടുത്ത് തന്നെ എത്രയോ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. വീട് ഇവിടെ തന്നെയാണ്. വീടാണ് പാടം. പാടത്തിൽ നിന്നുകൊണ്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. വീടല്ല തോന്നും. ഇവിടെയാണ് ലൊക്കേഷൻ കൊടുത്തു. നെറ്റിശ്ശേരി പാടം. പാടത്തിൽ നെറ്റിശ്ശേരി പാടമാണ് ഉദ്ദേശമൊക്കെ. അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. അടിപൊളി റോഡ്. പൊളി സ്ഥലം. അങ്ങനെ നമ്മൾ ഫുഡ് അങ്ങനെ ഡെലിവറി ചെയ്തു കേട്ടോ. പാടത്തേക്ക് പോകാം. ഓർഡർ കുറവാണെങ്കിൽ എന്ത്, ഇന്ന് കിട്ടിയ ഓർഡറല്ല ഇതേപോലെ. ഇരിക്കാനൊക്കെ സ്ഥലമുണ്ടല്ലോ. ഈ സ്ഥലം നെട്ടിശ്ശേരി പോടോ മോനെ. കുറച്ചും കൂടി ഒരു 5 മണി കഴിയുമ്പോൾ വേറെ ലെവലാവും. അടിപൊളിയായിട്ട് പണിഞ്ഞിട്ടേക്കുന്ന റോഡ് ഫുള്ള്. ഇതേപോലെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. വയലിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നല്ലാതെ 2 സൈഡിൽ നോക്കിയിരിക്കാനുള്ള സ്ഥലം, ചെയറുണ്ട്. പ്ലാസ്റ്റിക് കവറുകൾ ഇടാനുള്ള, കവറുകളല്ല കുപ്പികളിടാനുള്ള സ്ഥലം. ഈ കട കാറ്റത്തൊക്കെ പറഞ്ഞെന്നാണ് തോന്നുന്നത്. ഇവിടം വരെ റോഡ് ഇച്ചിരി ക്ലിയർ ആക്കിയിട്ടുള്ളൂ കേട്ടോ. ഐസ്ക്രീം വണ്ടിയുണ്ട്, പിന്നെ
അങ്ങോട്ട് റോഡ് പഴയ റോഡാണ്. പക്ഷേ ഈ റോഡിൽ ഈ വരയൊക്കെ ഇട്ട റോഡ് വരുമ്പോൾ അവിടെ വേറൊരു ഭംഗിയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റും കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ ഇച്ചിരി നേരം ഇരിക്കാം. നമ്മളിപ്പം 5 കിലോമീറ്റർ ചുറ്റളവിലാണ് നിൽക്കുന്നത്. ഒന്നും പറയില്ല, പൊളി വേണ്ടേ. നല്ല ഉയരത്തിലാണ് കേട്ടോ ചേറിയിരിക്കുന്നത്. അടിപൊളി മക്കളെ, അടിപൊളി. ഞാൻ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ, ഈ വരയിട്ട റോഡിൽ. എന്നാ ഭംഗിയാണ്. അവിടെ മലകൾ, കുന്നുകൾ കാണാം, കുന്നുകൾ. എന്നാ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമല്ലേ. ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ ഭയങ്കര സൈലൻ്റ് എന്ന് വെച്ചാൽ ഭംഗിയല്ല. പിന്നെ മാലിന്യമില്ല എന്ന് പറയാൻ പറ്റില്ല. എവിടെ പോകുന്നോ അവിടെ 4 പേര് കൂടുന്നോ അവിടെ എന്തായാലും ഈ കുപ്പി, ബിയർ കുപ്പി ഇത് കാണണം. ഇതില്ലെങ്കിൽ പിന്നെ നമ്മുടെ നാടല്ല, നമ്മുടെ നാട്ടിലെ സിഗ്നേച്ചറാണത്. ഇത് കാണണം. ഞാൻ ഇവിടെ ഒന്നും ഇല്ല എന്ന് അവിടേക്ക് നോക്കിയിട്ട് അവിടെയൊന്നും കണ്ടില്ല കേട്ടോ. ഇല്ല എന്ന് പറഞ്ഞിരിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ കണ്ടു. യെസ്, നമ്മളെ നാട് തന്നെയാണിത്. യെസ്, അഭിമാനിക്കുക. അവിടെയൊക്കെ കുറേ പേര് അങ്ങോട്ട് നടന്നു പോകുന്നു. ഒരുപാട് പേര് ചൂണ്ടയിടാനൊക്കെ വരുന്നുണ്ട്. ഒരു ഉളപ്പ സ്ഥലം. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതേപോലെ പലയിടത്തും ഡെലിവറിക്ക് പോകുമ്പോൾ ഇതേപോലെ സ്ഥലങ്ങൾ കണ്ടിട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്, സർപ്രൈസ് ആയിട്ടുണ്ട്. ഇതും അടിപൊളി ഒരു സ്ഥലം, കിടക്കാച്ച സ്ഥലം. ഇവിടുന്ന് പോകാൻ പറഞ്ഞു, ഇവിടുന്ന് പോവാണ് കേട്ടോ. ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. സമയം 4:30 അരമണിക്കൂറിൻ്റെ അടുത്തായി. എന്നാ അടിപൊളി സ്ഥലം, വെറുതെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം, സമയം കൊള്ളിയ സ്ഥലം. കൃത്യമായിട്ടുള്ള ആ സ്ഥലം ഇവിടെ ഇപ്പം പറഞ്ഞുതരാം. ഇവിടെ ഒന്നും പേരില്ല കേട്ടോ, ഗൂഗിൾ മാപ്പിൽ തന്നെ നോക്കി പറഞ്ഞുതരാം. ഇത് നെട്ടിശ്ശേരി പാടി ലാൻഡ് വ്യൂ പോയിൻ്റ്, നെട്ടിശ്ശേരി പാടശേഖരം. അപ്പം നെട്ടിശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. ഞാൻ വേണമെങ്കിൽ അത് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലൊക്കേഷൻ എന്ത് ചെയ്ത് വയ്ക്കാം, ലിങ്ക് ഇട്ടേക്കാം. നമ്മൾ അങ്ങനെ തിരിച്ച് തൃശ്ശൂർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഓർഡർ അടിച്ചിട്ടില്ല കേട്ടോ. അൾട്ടാസയുടെ മുമ്പിലേക്ക് അത് ഞാൻ നേരെ റൂമിൽ പോകാൻ പോകുന്നത്. നേരെ റൂമിൽ ഇരുന്നാലും ഓർഡർ അടിക്കുമല്ലോ. അതിൻ്റെ ബാക്കിലാണ് റൂമിൻ്റെ അങ്ങോട്ട് എത്തപ്പം ഓർഡർ അടിച്ചിരിക്കും. അങ്ങനെയാണല്ലോ. നേരെ വന്ന് കുളപ്പം വീടല്ലേ റൂമെത്തി. ജൂബിലി റൂം സ്റ്റേ. ഇതുവരെ ഓർഡർ അടിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വർക്കിൻ്റെ ഇടയിൽ റൂമിൽ വരുന്നത്. എന്നാ ടൈമിങ് നോക്കി അൽട്ടാസ. ഇതാണ് ഞാൻ ആദ്യമായിട്ടാണ് വർക്കിൻ്റെ ഇടയിൽ റൂമിൽ വരുന്നത്. പക്ഷെ റൂമിൽ കയറാനുള്ള അവസരം എത്തിച്ചില്ല. പക്ഷെ എങ്കിലും ഞാൻ പോയി മൂത്രം ഒഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അൽട്ടാസ എന്ന് അടിച്ചു കഴിച്ചു. ഇത് 5.8 കിലോമീറ്ററാണ് കേട്ടോ.
ഇന്നെന്തായാലും ഫുൾ ഇൻസെൻറ്റീവ് അടിക്കില്ല. ഫുൾ ഇൻസെൻറ്റീവ് ഓർഡർ തികച്ച് എണ്ണം തികച്ച് കിട്ടത്തില്ല. അപ്പോൾ ഇനി ആകെയുള്ള പ്രതീക്ഷ ലോങ് ട്രിപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് കയറിയ ഫുൾ ഇൻസെൻറ്റീവ് കിട്ടും. അതല്ലെങ്കിൽ പിന്നെ മഴ പെയ്യും. അപ്പം മഴ 20 രൂപയും കൂടെ അധികം കിട്ടുമല്ലോ ഓരോ ഓർഡറിന്, 20 രൂപ വെച്ച്. അല്ലാതെ ഇന്ന് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടില്ല. അതിനെ കുഴപ്പമില്ല, കുറേ ദിവസം അത്യാവശ്യം നല്ല പൈസ കിട്ടിക്കൊണ്ടിരുന്നല്ലേ മഴയും കൂടെ ആയപ്പോൾ. സമയം 6:58, 7 മണിയായി. വെറും 7 ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, ഓർഡർ ഇല്ലെന്നേ. ഓർഡർ തീരെ ഇല്ല. ആദ്യത്തെ ഇൻസെൻറ്റീവ് പോലും ഇന്ന് അടിക്കില്ല. ആദ്യത്തെ ഇൻസെൻറ്റീവ് അടിക്കണമെങ്കിൽ ഇനി 7 ഓർഡറും കൂടെ വേണം. ഇനി വേറെ 7, 8, 9, 10, 3 മണിക്കൂറിൽ 7 ഓർഡർ എങ്ങനെ ഒപ്പിക്കും? അത് അല്ലെങ്കിൽ പിന്നെ ഏണിങ്സ് വെക്കണമെങ്കിൽ 950 രൂപ. അപ്പം 479 രൂപ ഉള്ളു. അത് 500 രൂപ ഒരിക്കലും ഇല്ല. സമയം 8:20 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 8 ട്രിപ്പേ ഉള്ളൂ. മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇത്രയും ഓർഡർ കുറഞ്ഞ ഒരു ദിവസം. നമുക്ക് 9ാമത്തെ ട്രിപ്പാണ് കേട്ടോ. ഇത് വെച്ച് ലോങ് ആണ്. 15 കിലോമീറ്റർ. 13 കണ്ടില്ലായിരുന്നു. 13, 12 കണ്ടാലും കാണിച്ചു. ഇതിൽ എത്ര കിട്ടുമെന്ന് നോക്കാം. ഏണിങ്സിൽ നമുക്ക് പിടിക്കാവില്ല കേട്ടോ. ഏണിങ്സ് 500 സംതിങ് ആയിട്ടേ ഉള്ളൂ. ഓക്കെ കേട്ടോ. ഏണിങ്സും 578 ആയിട്ടേ ഉള്ളൂ. 920 രൂപ ആവണം ആദ്യത്തെ ഇൻസെൻറ്റീവ് പൊട്ടണമെങ്കിൽ. ഓർഡർ ആണെങ്കിൽ 14 ഓർഡറാണ്. ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഒരു 5 ഓർഡർ കൂടെ വേണം. ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പം 8:30 ആവും, അല്ല 9:30 ആവും, 9:15 ആവും. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരണ്ടേ. ഇത് ഏതോ ദൂരെയാണ്, 15 കിലോമീറ്റർ. തൃശ്ശൂർ വന്നിട്ട് ആദ്യമായിട്ടോ 15 കിലോമീറ്ററിൽ ഓർഡർ കിട്ടുന്നത്. അങ്ങനെയുണ്ട് കേട്ടോ. അങ്ങനെ തൃശ്ശൂർ വന്നിട്ട് 15 കിലോമീറ്ററിലുള്ള ഓർഡർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. എത്ര കിട്ടുമെന്ന് നോക്കാം കേട്ടോ. തൃശ്ശൂർ ആദ്യമായിട്ടാണ് കേട്ടോ 15 കിലോമീറ്റർ. 13 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ അധികം 10 കിലോമീറ്ററിന് താഴെയാണ് കേട്ടോ. $135. ഇനി ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ എത്ര കിട്ടുമെന്നും കൂടെ നോക്കാം കേട്ടോ. ആപ്പിൽ മുമ്പേ 135 കാണിച്ചത്. കുറവാണ്. 15 കിലോമീറ്റർ എന്ന് പറയുമ്പം അങ്ങോട്ട് തിരിച്ച് പോകണം. ഇവിടെ നിന്ന് ഓർഡർ അടിക്കത്തൊന്നുമില്ല. തിരിച്ച് ഇതേപോലെ 15 കിലോമീറ്റർ പോകണ്ടേ. അവിടെ 30 കിലോമീറ്റർ ഓടിയിട്ട് 135. ഒരു 180 കിട്ടണം. ഒരു ഏറ്റവും കുറച്ച് കുറവാണ് കേട്ടോ. അവിടെ ഓർഡർ പേ കുറവാണ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ കുറച്ച് കഴിഞ്ഞ് ആടാവും. ഇത് മുമ്പായിട്ട്. ഓക്കെ, ഇപ്പോൾ എത്ര ഏണിങ്സ് ആദ്യം നോക്കാം. ഇൻസെൻറ്റീവ് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല. ഇനി ഒരു 240 സംതിങ്, 8:50. ഇനി വേറെ 1 മണിക്കൂറേ ഉള്ളൂ. ഇതേപോലെ 2 ഓർഡർ കിട്ടി കഴിഞ്ഞാൽ സംഗതി സക്സസ് ആവും. പക്ഷേ 1 മണിക്കൂറേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ ഏകദേശം 10-20 മിനിറ്റ് എടുക്കും. ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ 30 രൂപ. 165 രൂപ അങ്ങനെ കയറിയിട്ടുണ്ട്. 30 രൂപയാണ് കേട്ടോ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഈ ട്രിപ്പിന് കിട്ടിയിരിക്കുന്നത് 165 രൂപയാണ്. 9 ട്രിപ്പാണ്. 165 രൂപ 74 പൈസയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് അടുത്തൊരു ഓർഡർ കിട്ടി കേട്ടോ. ചെറിയ ഓർഡറാണ്. വണ്ടി വന്നേ വേണ്ട, ഇതേപോലെ ഒരു വലിയൊരു കുഴി വന്നേലും ഞാൻ കണ്ടില്ല. ഒന്നാമത് ഫ്രണ്ട് പണിയായിട്ടിരിക്കുക. പണിയാവോ വല്ലാത്ത വീഴ്ചയായി.
കുഴിയേ കണ്ടില്ല. ഇതേപോലെ കിടക്കുന്ന റോഡിൽ പെട്ടെന്നൊരു കുഴി. ഈ മഴ പെയ്തതിന് ശേഷം പലയിടത്തും കുഴികളുണ്ട് കേട്ടോ. ഇത് ചെറിയ ഓർഡറാണ്. ഇതൊക്കെ ഇങ്ങനെ ഇരുന്നതാണ്, ഇങ്ങനെ ആയിപ്പോയി. ഏതോ വണ്ടി കേബിൾ പൊട്ടിച്ചിട്ട് പോയി. ഇപ്പോൾ ഞാൻ കുരുങ്ങിയടിച്ചത് വീണേനെ കണ്ടോ. ഇത്രയും കേബിൾ ഇതിങ്ങനെ കിടക്കുക തൂങ്ങി. ഇപ്പം എൻ്റെ കഴുത്ത് കുരുങ്ങിയേനെ. ഇപ്പോൾ അവിടെ പോയി കിട. എന്താ ഇതിപ്പോൾ എൻ്റെ കഴുത്ത് കുഴുങ്ങിയേനെ. ഇതിങ്ങനെ വേണ്ട പൊട്ടിക്കിടക്കുക. പൊട്ടിക്കിടക്കുക. ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് കേബിള് അപ്പോൾ എൻ്റെ കഴുത്തി കുഴി. ലോറി വെട്ടിച്ചിട്ട് പോയതല്ലേ? എൻ്റെ കരുത്തി കുഴുങ്ങിയാനാ. അപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ബൈക്കാരൻ്റെ കരുത്തി കുഴുങ്ങത്തില്ലേ? അവിടെ എന്താല്ലേ ഒരു ലോറിക്കാരൻ പൊട്ടിച്ചിട്ട് പോയതാണ് കേബിൾ. ലോറിക്കാരൻ ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല. പക്ഷെ അറിഞ്ഞിട്ടും നിർത്താതെ പോയെന്ന മോശമാണ് കേട്ടോ. ഇതേപോലെ ബൈക്കാരെ ജീവനാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഈ പതിയെ പോകുന്നതിനെ കൊണ്ട് വലിയ ഇഷ്യൂ വരില്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ചെറിയ ട്രിപ്പ് 750 മീറ്റർ മാത്രമാണ്. 29 രൂപയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഓഫ്ലൈൻ ആവാൻ പോവുകയാണ്. ഇനി ഓർഡർ അടിച്ചാൽ ആ എണ്ണത്തിൽ കൂട്ടത്തില്ല. പിന്നെ ഓർഡർ അടിക്കാൻ ഒക്കില്ല. ഓഫ്ലൈൻ ആവും, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ്ലൈൻ ആവും. ബുക്ക് ചെയ്തിട്ടില്ലല്ലോ. താങ്ക് യു ഷമീർ, താങ്ക് യു ഒക്കെ പറഞ്ഞു. സൊമാറ്റോ നമുക്ക് കിട്ടിയിരിക്കുന്ന തുക 867 രൂപയാണ് കേട്ടോ. 12 ഓർഡർ. ഒരു 2 ഓർഡറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 200 സംതിങ് കിട്ടിപ്പോയതിന്. ഞാൻ അവിടെ പോയി ഇരുന്ന സമയത്ത് 2 ഓർഡർ കിട്ടുമോ? ഇല്ല, ഓർഡർ കിട്ടുന്ന ഇതാണ് പറ്റി. ഓർഡർ കിട്ടുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ഞാൻ ഇരുന്നത്. എന്തായാലും ഓർഡർ വളരെ കുറവായിരുന്നു. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.